ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള ക്രോഷേ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാനി സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, കാരണം സ്ക്വയർ ഇല്ലല്ലോ. ഇതൊരു ഹെക്സഗൺ ആണ്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കളറ് വൈറ്റും ബ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് കളർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇന്ന് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നല്ല രസമുള്ള സ്നോഫ്ലേക്ക് ഹെക്സഗണാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേ നമ്മളൊരു ബാഗ് ഉണ്ടാക്കും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന കളറ് ഒരു വൈറ്റ് കളറാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു വൈറ്റ് കളറാണ് കേട്ടോ. പപ്പാത്യ സൂപ്പർ സ്റ്റിച്ച് എന്നാണ്. ഇത് മെഷീൻ വാഷബിൾ ആട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഏത് കളറും ഉപയോഗിക്കാം. പക്ഷെ സ്നോഫ്ലേക്ക് വൈറ്റിലാണല്ലോ വരിക, അപ്പോൾ നമുക്ക് വൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. പിന്നെ ഇത് കേട്ടോ, ഇതാണ് നമ്മളെ വൈറ്റ് കളർ. പിന്നെ നമ്മളെ സ്നോഫ്ലേക്കിൻ്റെ കളറാണ് കേട്ടോ ഈ കളർ വൈറ്റ്. പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ഉപയോഗിച്ചില്ലേ നേരത്തെ, അതിൻ്റേതാണ് ഒരു ഓറഞ്ച് കളറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏതും ഉപയോഗിക്കാം, കാരണം അത് അത്ര ഇതില്ല. അപ്പോൾ DMC നിറ്റി 4 എക്സ്ട്രാ വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്. ഇതും മെഷീൻ വാഷബിൾ ആട്ടോ. അപ്പോൾ ഇതിന് 4mm ക്രോഷേ ഹുക്കാണ് ഉപയോഗിക്കുന്നത്, കാരണം അത്രക്കും കട്ടിൻ്റെ അക്രിലിക് യാർഡാണ്. അപ്പോൾ നിങ്ങൾ അക്രിലിക് യാർഡ് വാങ്ങാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നിങ്ങൾ നോക്കുക. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള യാർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്നോഫ്ലേക്ക് ഉണ്ടാക്കണം. ഞാൻ കുറച്ച് സ്നോഫ്ലേക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 2 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി വരും ഒരു ട്രിമ്മറോ സിസറോ, പിന്നെ 2 കളർ യാർഡ്, പിന്നെ ക്രോഷേ ഹുക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ 2 സ്നോഫ്ലേക്സ്. ഓക്കെ, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ 2 സ്നോഫ്ലേക്സ്. ഇതേ സെയിം സാധനമാണ് നമ്മൾ കൂടി ഉണ്ടാക്കണം. നമുക്ക് ടോട്ടൽ 7 വേണം നമ്മളെ ബാഗിന്. അപ്പോൾ നമ്മൾ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ട്യൂട്ടോറിയൽ എടുക്കുന്നുണ്ടോ, അത് നിങ്ങൾ 7 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതൊന്ന് 3 പൊളിച്ചത് നന്നായി. ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കാണുന്നത്. ഓക്കെ, ഞാൻ നൂലെടുക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ വൈറ്റ് ആണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നിങ്ങൾ ക്രോഷേ ഹുക്ക് എടുക്കണം. മറന്നു ഞാനിങ്ങനെയാണ് ക്രോഷേ ഹുക്ക് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടാണ്. കുറേ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കിനുണ്ടാവും, വുഡ് ഉണ്ടാവും, മെറ്റലും ഉണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് മെറ്റലിൻ്റെയാണ്. ഒരു പിങ്ക് കളറാട്ടോ, കളറൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നൂലിനനുസരിച്ചുള്ള ക്രോഷേ ഹുക്ക് എടുക്കുക. 4.5mm ഹുക്ക് ക്രോഷേ ഹുക്കാണ് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇയാൾ കുറച്ച് തിന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് എടുക്കുക. അതിൻ്റെ ഇതിപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, ഈ ഒരു സാധനത്തിന് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇതിന് 4.5mm അല്ലെങ്കിൽ 5mm എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നൂലിനനുസരിച്ച് ക്രോഷേ ഹുക്ക് എടുക്കുക. നിങ്ങളുടെ നൂല് ചെറുതാണ്, ക്രോഷേ ഹുക്ക് വലുതാണെങ്കിൽ സ്റ്റിച്ചസ് ഭയങ്കര വലുതായിട്ട് ഇങ്ങനെ സ്പേസ് ഉണ്ടാവും, അപ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് സൈസ് എടുക്കുക. ഓക്കെ, ഇത് നമുക്ക് നൂലിട്ട് ആദ്യം മാജിക് റിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ 2 നല്ലതാക്കാം. എന്നിട്ട് ഈ ക്രോഷേ ഹുക്ക് ഇതിൻ്റെ അടിയിൽ കൂടിയിട്ടിട്ട് ഇതിങ്ങനെ വലിക്കാം. എന്നിട്ട് ഇത് പിരിക്കാം, ഇങ്ങനെ റെഡിയാക്കാം. എന്നിട്ട് ഒരു ചെയിൻ ചെയ്യുക, എന്നിട്ട് അതിനെ ടൈറ്റാക്കാം. ഇത് നമ്മളെ ലൂപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ 9 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് വെച്ചാൽ, ഇതിങ്ങനെ പിടിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നൂലൊന്നും എടുക്കാണ്ട്
നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് ഇടാം. പിന്നെ നമ്മൾ നൂല് വലിക്കുക. നമ്മൾ ക്രോഷേ വെക്കുമ്പോൾ 2 ലൂപ്പ് വേണം. എന്നിട്ട് അതിന് ശേഷം ഒരു yarn over കൊടുത്തു. ഇതാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ. ഇത് നമ്മൾ 9 പ്രാവശ്യം ചെയ്യുക ടോട്ടൽ കേട്ടോ. 2 3 4 5 6 7 8 9 ആഡ് സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഞാൻ എണ്ണ നിൽക്കാം. ഓക്കെ, 9 ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് ആക്കുക. എല്ലാം ടൈറ്റ് ആക്കാം കേട്ടോ, പിടിച്ച് മുറുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രക്കുണ്ട് കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടണം. ചെറിയൊരിതാണ്. അപ്പോൾ നമ്മൾ വേറൊരു സൈസ് ക്രോഷേ എടുക്കാം, കുറച്ച് തിന്നായിട്ടുള്ള. ഓക്കെ, നിങ്ങൾ വിചാരിക്കേണ്ട എന്തിനാണ് ഞാൻ പക്ഷെ ക്രോഷേ ഒക്കെ മാറ്റിയത്. കാരണം എന്താ, നമ്മൾ മറ്റേ സ്റ്റിച്ച് നമ്മൾ ടൈറ്റ് ആക്കിയതിന് ശേഷം ഫസ്റ്റൊക്കെ സ്റ്റിച്ച് ഭയങ്കര ടൈറ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ക്രോഷേ ഒക്കെ കയറ്റാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതെടുക്കുക. ഓക്കെ, കുറച്ച് പാടായിരിക്കും, പക്ഷെ നല്ല അതാ 2 ലൂപ്പ്. ഇത് സ്ലിപ്പ് സ്റ്റിച്ച് കേട്ടോ. നമ്മൾ ആ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് 9th സിംഗിൾ ക്രോഷേൻ്റെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നൂലെടുക്കുക, yarn over. എന്നിട്ട് നമുക്ക് 2 ലൂപ്പ് ഉണ്ടാവണം നമ്മൾ ക്രോഷേ വെക്കുമ്പോൾ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇങ്ങനെ എടുക്കലല്ല ചെയ്യട്ടെ, നമ്മൾ ഇതെടുത്തിട്ട് ഇതിനുള്ളിൽ കൂടി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ 2 ചെയിൻ ചെയ്യുക. 1 2 നമ്മൾ എന്ത് ചെയ്യുക, 2 ചെയിൻ ചെയ്തതിന് ശേഷം ഒരു ഡബിൾ ക്രോഷേ ഉണ്ടാക്കുക. അപ്പോൾ ആ സെയിം സ്റ്റിച്ചിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ച ഈ ക്രോഷേ കടലിൽ ഉപയോഗിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുക, സാധനം വെച്ച് ടൈറ്റാക്കുക. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇപ്പോൾ ഡബിൾ ക്രോഷേ ഒക്കെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ നൂലിങ്ങനെ എടുക്കുക. പിന്നെ മെല്ലെ ഏത് സ്റ്റിച്ചിലേക്കാണോ അതിനുള്ളിലൂടെ എടുത്തിട്ട് ഇവിടുന്ന് പിന്നെയും നൂലെടുക്കുക, വലിക്കുക. അപ്പോൾ നമ്മൾ ക്രോഷേ വെക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ 2 ലൂപ്പിനുള്ളിലൂടെ ഇടാം, പിന്നെ നമ്മൾ 2 ലൂപ്പിനുള്ളിലൂടെ ഇടാം. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മളൊരു ഡബിൾ ക്രോഷേ. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്കിടാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ വേണം. അപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ എത്ര ഡബിൾ ക്രോഷേ വേണം, 2 വേണം. അപ്പോൾ ഇത് മൊത്തം ചെയ്യുമ്പോൾ നമുക്ക് 18 ഡബിൾ ക്രോഷേസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 9
ഓക്കെ 80 ഡബിൾ ക്രോഷേസ് ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ 2 ചെയിനില്ലേ അതിലേറ്റവും ടോപ്പത്തെ ചെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോഷേ ഹുക്ക് മാറ്റാം. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഹാർഡില്ലെങ്കിൽ ഓക്കെ. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, നമ്മൾ സെക്യൂർ ആക്കാം. ഓക്കെ, ഇനിയാണ് നമ്മളെ ഏറ്റവും കുറച്ച് കേട്ടിരിക്കേണ്ട ഭാഗം. ഈ ഒരു മിനിറ്റ്, ഈ ഞാൻ ചെയ്ത് കാണിച്ചില്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ഈ റൗണ്ട് കഴിയും, ഈ റൗണ്ടും കഴിയും. ഓക്കെ, നമ്മൾ ഈ പഫ് ഏരിയ അതാണ് കുറച്ച് ടഫായിട്ടുള്ളത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിച്ച് മാർക്കേഴ്സ് ഒന്ന് എടുക്കാം കേട്ടോ. സ്റ്റിച്ച് മാർക്കേഴ്സോ ബോബി പിന്നോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ ആയാലും മതി. 6 എണ്ണം വേണം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ചെയിൻ ചെയ്യണം. 1 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, 3 സ്റ്റിച്ച് നോക്കിയിട്ട് സ്റ്റിച്ച് മാത്രം ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കിട്ടണം എല്ലാ 3 ചെയിന് കഴിഞ്ഞിട്ടും നമ്മൾ സ്റ്റിച്ച് മാർക്ക് വെക്കണം. നമ്മൾ ഈ അറ്റുണ്ടല്ലോ അതുവരെ പോകാൻ പാടുള്ളൂ. ബാക്കിയുള്ളതിൽ ഇങ്ങനെ ഈ ചെയിനൊന്നും പോകരുത് കേട്ടോ. അങ്ങനെ കറക്റ്റായി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് ഒന്ന് തെറ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് അയച്ച് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും. എനിക്ക് തന്നെ ആദ്യം കുറേ തെറ്റിയിരുന്നു. അപ്പോൾ നമുക്കിത് ചെയ്യാം, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്കിത് ഈ സ്റ്റിച്ച് മാർക്കറൊക്കെ ഒന്ന് ഊരാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ക്രോഷേ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൾട്ടാവും. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ക്രോഷേ ഹുക്ക് എടുക്കുക. ഇത് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് നമ്മൾ ഈ ചെയിന് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നൊരു ഡബിൾ ക്രോഷേ ഉണ്ട് അല്ലേ, ആ ഡബിൾ ക്രോഷയിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചാണിത്. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് വെക്കാം, പിന്നെ ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ ഈ കാണുന്ന ലൂപ്പല്ല കേട്ടോ, ഇത് നമ്മൾ ഡബിൾ ക്രോഷയാണ്. നമ്മൾ എന്ത് ചെയ്യുക, നൂല് പൊക്കാം, ഒന്ന് കൂടിയും അടിയിലേക്ക് മേലെ നൂലെടുക്കാം. ഇങ്ങനെ 3 പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രോഷേ വെക്കുമ്പോൾ ടോട്ടൽ 7 ലൂപ്സാണ് വരേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുക, 6 ലൂപ്സിനുള്ളിലൂടെ നമ്മൾക്ക് നമ്മുടെ ക്രോഷേ വെക്കിടാം. ബാക്കി നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, യാൺ ഓവർ ഈ 2ൻ്റെ ഉള്ളിൽ കൂടി എടുക്കാം, ടൈറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ ഉണ്ടാവുന്നത്, ഓക്കെ, ഈ സാധനം ബാക്കിലോ അല്ലെങ്കിൽ സൈഡിൽ തന്നെ ഉണ്ടാവും. എല്ലാം അടുപ്പിച്ചിട്ടാണ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് 5 4 ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ തെറ്റും. നമ്മളിതാ ഇവിടെ തന്നെ
നമ്മൾ എന്ത് ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ എടുക്കുക. ഒന്ന്, രണ്ട്, 3. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി എടുക്കുക. ഈ സ്റ്റിച്ചിലല്ലാണ്ട് ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ അല്ല കേട്ടോ, നമ്മൾ അടുത്ത ഈ സ്റ്റിച്ചിലേക്ക് പോകാം. എന്നിട്ട് സെയിം നമ്മൾ ആദ്യം ചെയ്ത ആ സെയിം സ്റ്റിച്ച് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ബാക്കി 2 ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ. ഓക്കെ, ഇത് നമ്മൾ 3 ഡബിൾ ക്രോഷ്യക്ക് ശേഷം ചെയ്ത സ്റ്റിച്ചിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2 ചെയിൻ വെക്കുക. 1, 2. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിച്ച് അതിൻ്റെ അടുത്തുള്ള ഡബിൾ ക്രോഷ്യയിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് ചെയ്യുക. ബാക്കി 2 അതിനുള്ളിലോട്ട്. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ, ഈ സ്റ്റിച്ച്, പിന്നെ 2 ചെയിൻ. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അറ്റത്തെത്തുമ്പോൾ കാണാം. അപ്പോൾ അവസാനം ഞാൻ എത്താനിരിക്കണേ. പിന്നെ നിങ്ങളുടെ സ്നോഫ്ലേക്കിൻ്റെയും ഗ്രാനി സ്ക്വയറിൻ്റെ സൈസിൻ്റെ വേരി ചെയ്യും. കാരണം നിങ്ങൾ എങ്ങനത്തെ നൂലാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കട്ടി. പിന്നെ ഏത് ക്രോഷ്യ ഹുക്കാണ് ഉപയോഗിക്കുന്നത്, ഏത് സൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, എങ്ങനത്തെ ടൈപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങളുടെ ഇത് വേരി ചെയ്യും, ഡിഫറെൻ്റ് ആവും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി അങ്ങനെ ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക, 2 ചെയിന്, പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഫസ്റ്റത്തെ ചെയിൻ എടുക്കുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇനി കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബാക്കിൽ കറക്റ്റായിട്ട് 6 ഉണ്ട് നോക്കാം. അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, 6 കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വലിച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്നോഫ്ലേക്കാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതാണ് നമ്മൾ സ്നോഫ്ലേക്ക് കണ്ടോ. എൻ്റെ ആടെ ആക്രിലിക്കാളായിട്ട് നല്ല പഫിയായി നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചെയ്യുന്നത് ആക്രിലിക്കാളല്ല, ഇങ്ങനത്തെ ഒരു ആളാണ് ചെറിയ പ്രൈസിന് കിട്ടുന്നത്. അത്ര പഫിയായി കിട്ടിയില്ല കണ്ടോ, അത്ര പഫിയില്ല, പക്ഷേ നല്ല പഫിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ അടുത്തത് ചെയ്യാം.
അപ്പോൾ അടുത്ത നമ്മളെ ബോർഡറാണ്. അപ്പോൾ ബോർഡറിന് ഞാൻ ഈ കളർ ഞാനാണ് ഉപയോഗിക്കുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങാം. ഈ നൂലിൻ്റെ അറ്റം എവിടെയെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇതില്ലേ നമ്മൾ വരയ്ക്കാം. 2 ചെയിന്, പിന്നെ ഒരു ഡബിൾ ക്രോഷേ സെയിം ഇതിൽ കേട്ടോ. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, പിന്നത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, പിന്നത്തെ സ്റ്റിച്ച് നമ്മൾ വിട്ടതിന് ശേഷം, ഈ ഒരു സ്റ്റിച്ച് വിട്ടതിന് ശേഷമുള്ള സ്റ്റിച്ചിലേക്ക് അടുത്ത ഡബിൾ ക്രോഷേ, പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയിൻ 2 സ്പേസ് ആണ്. അതിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ 2 ചെയിന് ശേഷം ഒരു ഡബിൾ ക്രോഷേ, പിന്നെയും ഒരു ഡബിൾ ക്രോഷേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടണം. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ, പിന്നത്തെ സ്റ്റിച്ച് ഡബിൾ ക്രോഷേ, പിന്നെ ഒരു സ്റ്റിച്ച് വിടാം, പിന്നെ അടുത്തതിലേക്ക് ഡബിൾ ക്രോഷേ, പിന്നെയും ഒരു ഡബിൾ ക്രോഷേ, അതിനുശേഷം ചെയിൻ 2 സ്പേസ് ആണ്. 2 ഡബിൾ ക്രോഷേ, പിന്നെ ചെയിൻ 2, പിന്നെ ഒരു ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ എല്ലാം നമുക്ക് സെയിം രീതിയിലാക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക. ഡബിൾ ക്രോഷേ, പിന്നെ അടുത്ത ഡബിൾ ക്രോഷേ. ഓക്കെ, ഇനി നമ്മൾ ഇത് ഇവിടെ വരെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 ചെയിൻ ചെയ്യുക. ലാസ്റ്റ് നമ്മൾ എത്തുമ്പോൾ ഈ സെയിം സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ ഉണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയതിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മളത് ചെയ്യുക, നമ്മളെ ഫസ്റ്റൊക്കത്തെ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ചെയിൻ ചെയ്തത് ശേഷം മാത്രം ഓക്കെ ടൈറ്റാക്കാം. എന്നിട്ട് വലിച്ച് ഒന്ന് നോക്കാം. അപ്പം കണ്ട ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ കണ്ട കിട്ടി. നമ്മൾ റൊമ്മറോ കട്ടോ അടിച്ചിട്ട് ഇതാണ് നമ്മളെ ഏത് ഭാഗം. നമുക്ക് വൈറ്റ് ഭാഗം ചെയ്യാണ്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്തില്ലേ ഓറഞ്ച്, അതിൻ്റെ ഈ ഒരു ചെയിൻ 2 സ്പേസ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളെ സ്നോഫ്ലേക്കിൻ്റെ കളറ് ഓക്കെ ആണ് നമുക്ക് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. ഓക്കെ,
നമ്മൾ ഒരൊറ്റ ചെയിന്, കാരണം സിംഗിൾ ക്രോഷേസ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ. നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ 3 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 2 3. ഓക്കെ, നമ്മൾ 3 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ ഡബിൾ ക്രോഷേ ഇവിടെ ചെയ്തിരുന്നില്ലേ സ്നോഫ്ലേക്കിൻ്റെ, അതിൽ 3 എണ്ണമാണ്. അതിൽ ഏറ്റവും നടു എന്ന് വെച്ചാൽ ഏറ്റവും മിഡിൽ വൺ എന്ന് വെച്ചാൽ രണ്ടാമത്തത് സ്റ്റിച്ച്, അതിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ എത്തുമ്പോൾ കേട്ടോ ക്രോഷേ ഇട്ടാൽ ഇത് നമ്മൾ ആദ്യം ചെയ്ത്, എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് നമ്മൾ അതിലേക്ക് പകർത്തും. സെയിം സ്റ്റിച്ച്. നല്ല വലിച്ചതാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഷേപ്പിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഹെക്സഗൺ ആവില്ല. നമ്മളെന്ത് ചെയ്യുക, 6 ലൂപ്പിനുള്ളിലൂടെ ശേഷം 2 നമുക്ക് നമ്മളെ സിംഗിൾ ക്രോഷേ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മളെ ചെയിൻ ടു സ്പേസിൽ 3 സിംഗിൾ ക്രോഷേ, അടുത്തതിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ, പിന്നെയും ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ നമ്മളെ സിംഗിൾ ക്രോഷേ തന്നെ വരും, പിന്നെയും സിംഗിൾ ക്രോഷേ, പിന്നെ നമുക്ക് നമ്മളെ ഇത് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫുള്ള് ഇതുവരെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ബാക്കി ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ഞാൻ അവസാനം എത്താനായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ പോവാം. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ സ്നോഫ്ലേക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പിന്നെയും നമ്മൾ ഉപയോഗിച്ച ഈ ഒരു കളറില്ലേ, നിങ്ങൾ ഏതാ കളർ ഉപയോഗിച്ച് ആ കളർ വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇതാക്കണം. ആദ്യം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. അത് പിന്നെ ഇതിന് ഇവിടെ തന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സിംഗിൾ ക്രോഷേൻ്റെ അതിൻ്റെ ചെയിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, സ്ലിപ്പ് നോട്ട് വലിക്കുക. ഓക്കെ, ഒരൊറ്റ ചെയിന്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ചെയ്യാം, സിംഗിൾ ക്രോഷേ. ആദ്യം നമ്മൾ ഒരൊറ്റ ചെയിൻ ചെയ്തതിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ
ക്ലീനിനെസ് ക്രോഷേ ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത എന്താ ഈ ഒരു പഫ് സ്റ്റിച്ചും അതിൻ്റെ മുകളിലൊക്കെ ഡൗട്ടോ ഈ സിംഗിൾ ക്രോഷേ ചെയ്ത് അതിനും എന്ത് ചെയ്യുക, സിംഗിൾ ക്രോഷേ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമ്മളിതാ സിംഗിൾ ക്രോഷേ എത്രക്കും ചെയ്തു. നമ്മൾ ബാക്കി ഇത് മൊത്തം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മൊത്തം സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു സിംഗിൾ ക്രോഷേയും കൂടി ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഇവിടുത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വലിച്ച് കെട്ടാം. അത് കട്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്നോഫ്ലേക്ക്. ഇത് സ്നോഫ്ലേക്ക് ഗ്രാനി ഹെക്സഗൺ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് 7 എണ്ണം ഉണ്ടാക്കണം ബാഗിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 7 എണ്ണം ഉണ്ടാക്കിയിട്ട് കാണാം.